JRRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ SSCന്റെ കലണ്ടർ വന്നത് മുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ ഇതാ ഔട്ട് ആയിട്ടുണ്ട്. CGL 2025 നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അത് അറിയിക്കുന്ന രീതിയിലുള്ള ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. റെഡി ആണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, CGL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് അല്ലെ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രീസിലേക്കെല്ലാം തന്നെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന നമ്മുടെ എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ, ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ കടക്കാതെ തന്നെ നമുക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മിനിസ്ട്രീസിലേക്കും ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റുന്ന എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമിന്റെ നമ്മുടെ ഡേറ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ 9/6/2025 മുതൽ 4/7/2025 വരെയാണ്. ഒരു മാസമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 4/7/2025 ആണ്. നമുക്ക് 4/7/2025 11 മണി വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫീസ് അടയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. 5/7/2025 ആണ്. നെക്സ്റ്റ് നമ്മുടെ അപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ 9/7/2025 മുതൽ 11/7/2025 വരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. നമുക്ക് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ വർഷങ്ങൾക്ക് വിപരീതമായി ഇപ്രാവശ്യം കലണ്ടർ റിലീസ് ആയപ്പോൾ തന്നെ എക്സാം ഡേറ്റ് നമ്മുടെ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CBTന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ Tier 1 എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 13 ഓഗസ്റ്റ് ആണ്. 30 ഓഗസ്റ്റ് വരെയാണ് സമയം ലഭിക്കുന്നത്. അപ്പൊ ഇപ്പൊ വെച്ച് ഈ ഒരു ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 65 മുതൽ 70 ദിവസം വരെയാണ്, നമുക്ക് 65 to 70 അല്ലെ ദിവസം വരെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, Tier 1 പ്രിപ്പറേഷന് ഇനി നമുക്ക് ബാക്കി നിൽക്കുന്നത്. ഇനി Tier 2 എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് December 2025 ആണ്. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലോ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റെഡി ആണല്ലോ? നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാര്യമായിരുന്നു വേക്കൻസി എത്രയാണ് എന്ന് അറിയാനായിട്ട് അല്ലെ. 14,582 വേക്കൻസീസ് ആണ് നമുക്ക് CGL എക്സാം വഴി നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് കൂടാൻ മാത്രമേ ചാൻസ് ഉള്ള ഒരു ടെന്റേറ്റീവ് വേക്കൻസി ആണ്. ഈ 14,582 വേക്കൻസി എന്ന് പറയുന്നത് എന്തായാലും കൂടാനുള്ള ചാൻസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഡീറ്റെയിൽസ് ഓഫ് പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ SSC എക്സാമിന്റെ അല്ലെങ്കിൽ CGL എക്സാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സാലറി തന്നെയാണ്. ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് CGL വഴി നമുക്ക് നിയമനം ലഭിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേ ലെവൽ 7 മുതൽ പേ ലെവൽ 7, പേ ലെവൽ 6 ആൻഡ് പേ ലെവൽ 4, പേ ലെവൽ 5 മുതലുള്ള പോസ്റ്റുകൾ, പേ ലെവൽ 4 മുതൽ പേ ലെവൽ 7 വരെയുള്ള പോസ്റ്റുകളാണ് നമുക്ക് CGL വഴി ലഭിക്കുന്നത്. ഇതിൽ പേ ലെവൽ 4 വരുന്ന പോസ്റ്റുകൾ ആകുമ്പോൾ നമുക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റുകൾ പേ ലെവൽ 4 വരുന്ന പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അങ്ങനെ പല പോസ്റ്റുകളാണ് പേ ലെവൽ 4 എന്ന് പറയുന്നത്. 25,000 മുതൽ 81,000 വരെയാണ് പേ ലെവൽ 4ൽ നമുക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആസ്പിറൻസിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി പേ ലെവൽ 5ലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ് പോസ്റ്റുകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റുകൾ തന്നെയാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി പേ ലെവൽ 6ലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ആണ് നമുക്ക് പേ ലെവൽ 6 വരുമ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 35,000 മുതൽ 1,00,000-ലധികം രൂപയാണ് നമുക്ക് പേ ലെവൽ 6ൽ വരുന്നത്. ഇതിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷൻ അക്കൗണ്ടന്റ്, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളാണ് ഇതിൽ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ വരുന്നത്.
അതിനുശേഷം നമ്മൾ പേ ലെവൽ 7ലേക്ക് വരുമ്പോൾ 44,000 തുടങ്ങി 1,42,000, അതായത് 1.5 ലക്ഷത്തിനടുത്ത് രൂപയാണ് നമുക്ക് പേ ലെവൽ 7ൽ വരുന്നത്. ഇതിൽ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് നമ്മുടെ പേ ലെവൽ 7 എന്ന് പറയുമ്പോൾ. ഇതിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിലുള്ള പോസ്റ്റുകളുമുണ്ട്. അതുകൂടാതെ തന്നെ 20 മുതൽ 30 വയസ്സ് വരെയുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഏജ് കാറ്റഗറീസ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ സെക്ഷൻ ഹെഡ് എന്ന് പറയുന്ന പോസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അഡീഷൻ ആണ് പോസ്റ്റിൽ എന്നുള്ള കാര്യം ആലോചിക്കുക. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആസ്പിറൻസിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പോസ്റ്റുകളെ കുറിച്ചും അവരുടെ പ്രൊമോഷണൽ സാധ്യതകൾ, സാലറി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ തന്നെ ചെയ്യുവാണെങ്കിൽ കുറേ അധികം സമയമെടുക്കും. ഓരോ പോസ്റ്റിനെയും ഡ്യൂട്ടി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു പുറത്തേക്കൂടെ ഒരു ഔട്ടർ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെഡി? അപ്പൊ പേ ലെവൽ 7 തുടങ്ങി പേ ലെവൽ 4 വരെയാണ്. ഇനി നമ്മുടെ പേ കമ്മീഷൻ മാറുന്ന സമയത്ത് സാലറി ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ, അല്ലെ? സാലറി ഇനിയും കൂടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മളൊരു എൻട്രി ലെവൽ സാലറി എന്ന് പറയുന്നത് CGL പോസ്റ്റുകൾക്ക് വളരെ ഹൈ സാലറിയാണ്. അത് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഉള്ള കാര്യമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? 1/8/2025 പ്രകാരമാണ് നമ്മൾ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഡിഫറെന്റ് പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുന്നേ SSC സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഡിഫറെന്റ് പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെ? ഓരോ അപ്ലിക്കേഷനും ഡിഫറെന്റ് ഫീസ് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ CGLന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഡിഫറെന്റ് പോസ്റ്റുകളിലേക്ക് ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒറ്റ അപ്ലിക്കേഷൻ മതിയായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്നും. റെഡിയാണല്ലോ? ഏജ് ലിമിറ്റിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിന്റെ ക്രൈറ്റീരിയ പ്രകാരം 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2/8/98നും 1/8/2007ന്റെയും ഇടയിലായിരിക്കണം. 20 മുതൽ 30 വയസ്സ് വരെയുള്ള പോസ്റ്റുകൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് 2/8/95നും 1/8/2005നും ഇടയിലായിരിക്കണം. ഇനി for the post which age limit is 18 മുതൽ 30 വയസ്സ് വരെ, 18നും 30 വയസ്സിനും ഇടയിലുള്ള ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ 2/8/95നും 1/8/2007നും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്. ഇനി 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ഒരു ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ ആ ഒരു ഏജ് ലിമിറ്റുള്ള പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2/8/93നും 1/8/2007നും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇനി നമ്മൾ യൂഷ്വലി ഉള്ള പോലെ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷമാണ് നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ വരുന്നത്. അതായത് അപ്പർ ഏജ് ലിമിറ്റിന്റെ ഏജ് റിലാക്സേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റിൽ ഇപ്പൊ 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, നമ്മൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ EWS സർട്ടിഫിക്കറ്റ്, OBS സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ലേ എന്നുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ റിസർവേഷൻ, ഇപ്പം OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി ആണെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടതാണ്. അത് പക്ഷെ നമ്മുടെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പം നമുക്ക് അത് ആവശ്യം വരില്ല, കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തേക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരികയുള്ളൂ. റെഡി? അപ്പൊ നമ്മൾ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുകയും നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായി പോകും? നമുക്ക് ഈ ഒരു റിസർവേഷൻ ലഭിക്കാതെ പോകും, അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ക്രൂഷ്യൽ ഡേറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതായത് നമ്മൾ EWS കാറ്റഗറി ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2025 ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതാണ്. ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2025-26, അതായത് ഫിനാൻഷ്യൽ ഇയർ 2024-2025 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2025-26 ഇഷ്യൂഡ് ഓൺ ദ ബേസിസ്, അതായത് 2024-25 വർഷത്തെ ഇൻകത്തിന്റെ ബേസിസിൽ 2025-26 വർഷത്തിൽ
ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യലി, അതായത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം EWS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്യേണ്ടത്. റെഡി ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഇപ്പോഴേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ OBC കാറ്റഗറി ആണെങ്കിലും SC ST ആണെങ്കിലും ഒക്കെ വരുന്നത്. നമുക്ക് 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന അവസാന ഡേറ്റ് ഉണ്ടല്ലോ, അതിന് മുന്നിലായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റെഡി. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ. അതായത് ഡിഗ്രി എന്തായാലും വേണം. അത് കൂടാതെ തന്നെ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ 12ാം ക്ലാസ്സിൽ +2 മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 60% മാർക്ക് നമുക്ക് വേണ്ടതാണ്. അത് കൂടാതെ അതല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ സ്റ്റാറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ കാര്യത്തിൽ വരുമ്പോഴും ബാച്ചിലേഴ്സ് ഡിഗ്രി എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റി ആസ് വൺ ഓഫ് ദി സബ്ജക്ട്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ കൂട്ടത്തിൽ സ്റ്റാറ്റി നമ്മൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബാക്കി ഈ 2 പോസ്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റിനും വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതിയായിരിക്കും എന്നുള്ള കാര്യം നോക്കുക. ഇനി ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും എന്ത് ചെയ്യേണ്ടതാണ്? SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Applicant must be submitted only in online mode as a new website of SSC headquarters ssc.gov.in or through my SSC mobile application. ഇത് 2 വഴിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്? നമുക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് നമ്മൾ SSC നമ്മുടെ CGLന് അപ്ലൈ ചെയ്യുകയുമാണ് വേണ്ടത്. ഓക്കെ. ഇനി നമ്മൾക്ക് ആധാർ ഒതന്റിക്കേഷൻ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ OTR അല്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് നോർമലി അതല്ലാതെ ചെയ്യണോ എന്ന് നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും. ഇഫ് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതായത് പല ആസ്പിറൻസും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോട്ടോ ശരിയല്ല, സിഗ്നേച്ചർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആധാർ നമ്പർ കൊടുക്കുകയും നമ്മുടെ ഫോൺ നമ്പർ വെച്ച് വാലിഡേറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സിഗ്നേച്ചറും ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത്തരം പ്രശ്നങ്ങൾ. നമ്മൾ ഇനി ഫോർ അപ്ലൈ കാൻഡിഡേറ്റ് നോട്ട് റിക്വയർഡ് ടു ഹാവ് പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫിന്റെ ആവശ്യമില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? ലൈവ് ക്യാപ്ചർ ആണ് ചെയ്യുന്നത്. ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ്സ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. ക്യാമറ ഐ ലെവലിലാണോ എന്ന് നോക്കുക. പിന്നെ എന്ത് വേണം? പൊസിഷൻ ഹിംസെൽഫ് ഡയറക്ട്ലി, അതായത് ക്യാമറയുടെ ഫ്രണ്ടില് കറക്റ്റ് നോക്കി സ്ട്രെയിറ്റ് ഹെഡ് വെച്ച് കറക്റ്റ് നോക്കി നിൽക്കുക. അതിനനുസരിച്ച് ഫോട്ടോ എടുക്കുന്നതാണ്. എൻഷുവർ ദാറ്റ് ഹിസ് ഫേസ് ഇസ് ഫുള്ളി ഇൻസൈഡ്, അതായത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഏരിയ പറഞ്ഞിട്ടുണ്ടാവും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന്റെ. ഫേസ് കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിലാണ് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അടുത്ത് വന്നിട്ടും വളരെ ദൂരെ പോയിട്ടും നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് പാടില്ല. അതായത് വിസിബിലിറ്റി മാൻഡേറ്ററി ആണ് എന്നുള്ള കാര്യം. പിന്നെ മാസ്കോ ക്യാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ സ്പെക്ടക്കിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി സിഗ്നേച്ചറിന്റെ കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. JPG ഓർ JPG ഫോർമാറ്റിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 10 മുതൽ 20 KB വരെയാണ് സിഗ്നേച്ചറിന്റെ സൈസ്. ഇമേജ് ഡയമെൻഷൻ ഏകദേശം 6 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്, 2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലറിഡ് ഇമേജോ നമ്മൾ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ആണെങ്കിൽ ഇതിന്റെ കാര്യത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ തള്ളിപ്പോവുക എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് വരില്ല. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്.
അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, സിംഗിൾ അപ്ലിക്കേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി വുമൺ കാൻഡിഡേറ്റ്സ്, പിന്നെ അത് കൂടാതെ തന്നെ SC ST വരുന്ന ആൾക്കാർ, PWBD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ് മാൻ, ഇവരാരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാം എഴുതുന്നതിനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് UPI ID, നെറ്റ് ബാങ്കിങ്, വിസ, മാസ്റ്റർ കാർഡ്, റൂപേ കാർഡ്, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള കാർഡുകൾ വെച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. 5/7/2025 ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് കാണിക്കുക. ഇനി അപ്ലിക്കേഷൻ കറക്ഷനുള്ള വിൻഡോ 9/7/2025 സ്റ്റാർട്ട് ചെയ്യുകയും 11/7/2025 വരെയാണ് വിൻഡോ ഓപ്പൺ ആവുന്നത്. ഇനി നമുക്ക് 3 ദിവസം അല്ലെ കറക്ഷൻ ഓർ മോഡിഫിക്കേഷന് 3 ദിവസം ലഭിക്കുന്നതാണ്. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫീസ് ഫോർ 200 രൂപയാണ് ഫസ്റ്റ് കറക്ഷന്. എന്നിട്ട് നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫസ്റ്റ് കറക്ഷൻ 200 രൂപയും വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 500 രൂപയുമാണ് ഫീ പേയ്മെന്റ്. ഫോർ സെക്കൻഡ് ടൈം ഫീ പേയ്മെന്റ് 500 രൂപയാണ്, ഫസ്റ്റ് ടൈം 200 രൂപയാണ്. ഇനി നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിറ്റി പ്രിഫറൻസ് നമുക്ക് 3 എണ്ണം കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് സെന്റേഴ്സ് അലോക്കേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നുള്ള കാര്യം കൂടിയും നോക്കുക. നെക്സ്റ്റ്, എക്സാമിന്റെ സ്കീം എന്താണ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് Tier 1 എക്സാം ഉണ്ടാവുന്നതാണ്, പിന്നീട് Tier 2 ഉണ്ടാവുന്നതാണ് അല്ലെ. ഫസ്റ്റ് Tier 1 പിന്നീട് Tier 2 ആണ് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ എക്സാം പ്രിഫറൻസ്, അതായത് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ അതിനുശേഷമാണ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നമ്മുടെ Tier 1 എക്സാം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ Tier 1 എക്സാമിനേഷന്റെ ഫസ്റ്റ് സബ്ജക്ട്, അതായത് നമുക്ക് 4 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരിക്കുക. ജനറൽ അവയർനെസ്സിൽ തന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഈ ജനറൽ അവയർനെസ്സിലാണ് ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് അല്ലെ. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. ഈ ഒരു Tier 1 എക്സാമിനേഷന്റെ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അതായത് 60 മിനിറ്റ്സ് ആണ് നമുക്ക് എക്സാം വരുന്നത് എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ്, Tier 1 കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. CGL എക്സാമിന് 0.5 മാർക്ക്, അതായത് ഒരു പോസിറ്റീവ് ആൻസറിന് +2, നെഗറ്റീവ് ആൻസറിന് 0.5 നെഗറ്റീവ് ആൻസർ വരികയാണെങ്കിൽ 0.5 ആണ് ക്വസ്റ്റ്യൻ വരുന്നത് ഈച്ച് റോങ് ആൻസറിന്. നെക്സ്റ്റ്, Tier 2 എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് Tier 2 എക്സാമിനേഷൻ വരുമ്പോൾ നമ്മുടെ പേപ്പർ 1ന്റെ സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ സെക്ഷൻ 1ന് 2 hours 15 minutes ആണ് ലഭിക്കുക. ഫസ്റ്റ് സെഷന് മാത്തമാറ്റിക്കൽ എബിലിറ്റി, പിന്നീട് സെക്കൻഡ് അതായത് ഫസ്റ്റ് പേപ്പറിന്റെ ഫസ്റ്റ് സെഷൻ, അതിൽ A സെഷൻ വരുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ്, B സെഷൻ വരുന്നത് റീസണിങ് ആൻഡ് ഇന്റലിജൻസ് ആണ്. അപ്പൊ മാത്തമാറ്റിക്കൽ എബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 30 ആണ്, റീസണിങ് ആൻഡ് ഇന്റലിജൻസ് 30 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടോട്ടൽ 60 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് വരുന്നത് 3 മാർക്കാണ്. സോ 60 × 3 180 മാർക്കിലാണ് സെക്ഷൻ 1 വരുന്നത്. അപ്പൊ 1 hour ആണ്, അതായത് ഒരു സെഷന് 1 hour ആണ് കിട്ടുന്നത്. ഒരു സെഷന് 1 hour ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി സെക്ഷൻ 2 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ 45 ക്വസ്റ്റ്യൻ ആണ്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. അഗെയിൻ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. സോ 70 × 3 210 മാർക്കാണ്. അപ്പൊ നെക്സ്റ്റ്, ഈ പേപ്പർ 1ന്റെ സെക്ഷൻ 1ന് നമുക്ക് 1 മണിക്കൂർ കൊടുത്തു, സെക്ഷൻ 2ന് 1 മണിക്കൂർ. സോ 2 മണിക്കൂർ, അതായത് 2 മണിക്കൂർ ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലെ. ഇനി ഒരു 15 minutes എക്സ്ട്രാ ഉണ്ട്. ഈ 15 minutes എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. അത് 20 ക്വസ്റ്റ്യൻ ആണ്. 20 × 3 60 ക്വസ്റ്റ്യൻ. സോ 15 minutes ആണ് അതിന്. അപ്പൊ പേപ്പർ 1ന് ടോട്ടൽ 2 hours 15 minutes ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 2ല്, അതായത് പേപ്പർ 1ന് സെക്ഷൻ 2 ഒരു 15 minutes കൂടി എക്സ്ട്രാ വരും. ആർക്കാണ്? 1 ഡാറ്റ എൻട്രി ടാസ്ക്, അതായത് ഡാറ്റ എൻട്രി സ്പീഡ് പരിശോധിക്കുന്നതിനായിട്ട് 15 minutes. പേപ്പർ 1ന്റെ സെക്ഷൻ 2ല് എന്തുണ്ട്? 15 minutes ഡാറ്റ എൻട്രി ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, സെക്കൻഡ് പാർട്ടായിട്ട്.
ഇനി പേപ്പർ 2 വരുന്നത് സ്റ്റാറ്റി ആണ്. 100 ക്വസ്റ്റ്യൻ, 100 into 2, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. സോ 200 മാർക്കിലാണ് സ്റ്റാറ്റി വരുന്നത്. അപ്പൊ ഇത്രയുമാണ്. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും കമ്പൽസറി ആണ്. നമ്മൾ ഇത്ര വരെ എല്ലാവർക്കും കമ്പൽസറി ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഏതൊക്കെ കാര്യങ്ങളാണ്? അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതിനുശേഷം വരുന്ന കമ്പ്യൂട്ടർ, ഡാറ്റ എൻട്രി സ്പീഡ്. ഇത് എല്ലാ ആസ്പിറൻസിനും കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷെ പേപ്പർ 2ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് എല്ലാവർക്കും കോമൺ അല്ല. പേപ്പർ 2 എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO പോസ്റ്റുകൾക്ക്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നീ പോസ്റ്റുകൾക്ക്, JSO പോസ്റ്റുകൾക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്ത ആസ്പിറൻസിനാണ് നമ്മുടെ പേപ്പർ 2 വരുന്നുള്ളൂ. അതായത് നമ്മുടെ സ്റ്റാറ്റിന്റെ പേപ്പർ എക്സ്ട്രാ ആയിരിക്കും ആ ആസ്പിറൻസിന് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് പേപ്പർ 1, നമ്മൾ പേപ്പർ 1 സെക്ഷൻ 1 നമ്മൾ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റുകളാണ് ഉണ്ടായിരിക്കുക. മാത്സ്, റീസണിങ്. സെക്ഷൻ 2 വരുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, പിന്നീട് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, പിന്നീട് ഡാറ്റ എൻട്രി, നമ്മുടെ സ്പീഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യെസ്, നമ്മുടെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എല്ലാവരും സിലബസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ചെയ്യുന്നത് വളരെ ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. ഇത്രയുമാണ് നമ്മുടെ മെയിൻ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ CGL നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യാതെ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഉടനെ തന്നെ ഹൗ ടു അപ്ലൈ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാ ആസ്പിറൻസും അത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ സൈലം SSCന്റെ ബാച്ചുകൾ ഈ സമയത്ത് നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അതായത് SSC CGLലേക്ക് ഇത് നമുക്കുള്ളത് വെറും 65 ദിവസമാണ് അല്ലെ. ഈ 65 ദിവസത്തിൽ പുതിയൊരു ബാച്ച് തുടങ്ങി പഠിച്ച് Tier 1 ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു സമയത്ത് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓൾറെഡി നമ്മൾ 1 മാസം മുന്നേ തുടങ്ങിയിട്ടുള്ള ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ നമ്മൾ ലൈവ് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട്, അതായത് നമ്മുടെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. 1999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാനും, കാരണം 1 മാസമേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാനും അതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സിന്റെ കൂടെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ലൈവിന്റെ റെക്കോർഡഡ് വീഡിയോസ് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഏതൊക്കെ ലൈവ് കഴിയുന്നോ അതിൻ്റെ എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളും നോട്ടുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ 1999, അതായത് പുതിയൊരു ബാച്ച് തുടങ്ങി പുതിയ കാര്യങ്ങൾ ഒരു ബിഗിനർക്കോ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന ആൾക്കോ പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഒരു ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ ബേസ് തൊട്ട് തന്നെയാണ് ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് SSC CGL മാസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. നമ്മുടെ CGL Tier 1 എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഉള്ള ബാച്ചാണ് SSC CGL PYQ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ, അതായത് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് ഇപ്പൊ തന്നെ ഓൾറെഡി റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ മുതലേ പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഇനിയല്ല, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തറോ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി, PYQ അറിഞ്ഞ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ അറിയാം, PYQ കൂടുതൽ ചെയ്താൽ മതി എന്നുള്ള ഒരു ആസ്പിറന്റ് ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് SSC CGL PYQ ക്രാഷ് ബാച്ച്. 45 ദിവസത്തിന്റെ ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ PYQ, അതായത് CGL എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PYQ ബേസ്ഡ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോവുക. 999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും എല്ലാ ബാച്ചിനെയും എൻക്വയറീസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ നമ്പർ വെച്ചും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാച്ചുകളിൽ കാണാം.